സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റണില്ല ഈ കാര്യം ഞാൻ ചെയ്യാൻ പോവാണെന്ന്. ഒരു കാലത്ത് ഇതൊക്കെ ഭയങ്കര ലക്ഷ്വറിയാണ്. ഇതൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സംഭവം ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഞാൻ എത്തിയിരിക്കുന്ന സ്പോട്ട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എത്തിയേക്കണത് നമ്മുടെ നെയിൽ കേട്ടോ. നെയിൽ ബൈ സാൻവി എന്നുള്ള പേജ് കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എനിക്ക് പക്ഷെ ഒരു ഓൾമോസ്റ്റ് 3 വർഷമായിട്ട് ചേച്ചിനെ പരിചയമുണ്ട് കേട്ടോ. ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചേച്ചി സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഞാൻ ചേച്ചിയുടെ സ്ഥിരം കുറ്റിയാണ്. അങ്ങനെ നമ്മൾ ദേ ഇവിടെ വന്നു, സാൻവി ചേച്ചിനെ കണ്ടു. അപ്പം എൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞു. ചേച്ചി എനിക്ക് ആഫ്റ്റർ കെയറും അതുപോലെ തന്നെ ചേച്ചിയുടെ കുറേ സജഷൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ പ്രൊസീജിയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സംഭവം എന്താണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ, വേറെ ഒന്നുമല്ല. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ലാഷ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പോവാണ്. സത്യത്തിൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് ചെയ്യാണോ അത്ര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ലാഷ് സിസ്റ്റ് ആണെങ്കിലും ദൈവം സഹായിച്ച് നമുക്ക് ആ സാധനം വളരെ കുറവാണ്. എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ ഫേക്ക് ലാഷ് ഒട്ടിച്ച് സംതൃപ്തി അടയുകയായിരുന്നു എൻ്റെ പരിപാടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെഡിങ് ആനിവേഴ്സറി ആണ്, നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ പിന്നെ ഇത്തവണ അതങ്ങോട്ട് ചെയ്തേക്കാം, ആ ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് അങ്ങ് ടിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു ഫുള്ളർ ലുക്ക്, എൻ്റെ സെയിം ലെങ്ത്തിൽ ഫുള്ളർ ലുക്കാണ് നോക്കിയത്. ഒരുമാതിരി കുഞ്ഞു പിള്ളേർക്കൊക്കെ മിഠായി കിട്ടുന്ന സന്തോഷമായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടോ. എൻ്റെ കെട്ടിയവനും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡബിൾ സന്തോഷമായി. അങ്ങനെ എൻ്റെ ആ ആഗ്രഹവും സഫലമായിരിക്കുന്നു.